പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ആഗസ്റ്റ് 1-ാം തീയതി ശനിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥം ഇന്ന് ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകുന്ന എല്ലാവരെയും ഞാൻ ഈശ്വര നാമത്തിൽ ആശീർവദിക്കുന്നു. ജോലി, വീട്, വിവാഹം, ബാങ്ക്, പരീക്ഷ, പഠനം, ഇൻ്റർവ്യൂ, സ്ഥലമെടുപ്പ്, സ്ഥലം അളപ്പ്, വീട് വെക്കൽ, അപേക്ഷ കൊടുക്കൽ, ഇങ്ങനെ ആശുപത്രി പോക്ക്, ടെസ്റ്റ്, അതുപോലെ തന്നെ ബയോപ്സി, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നിൻ്റെ ദൈവപതിരെ നീ പോകുന്നുവോ, കം വിത്ത് യു വേറെവർ യു ഗോ. നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും. നല്ല കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി നിൻ്റെ കൂടെ വരികയും നിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ആശീർവദിക്കുകയും നിൻ്റെ
നീ അറിയാത്ത അവിചാരിതമായ അപകടങ്ങൾ, ആകസ്മിക സങ്കടങ്ങളിൽ നിന്ന് കർത്താവ് നിന്റെ യാത്രയുടെ ലക്ഷ്യത്തെയും സംരക്ഷിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മേരി മേഡൽ കുഞ്ഞു വെളുപ്പാങ്കാലത്തെ ഈ സുഗന്ധമൊക്കെ ഇരുന്ന് ഇടിച്ചു കൂട്ടി അരച്ച് കുറുക്കിയൊക്കെ ഇവർ ഒരു പാത്രം ചുവന്നുകൊണ്ട് ഇവർ വരണില്ലേ, അത് ഭയങ്കര കാഴ്ചയാണ്. അവൾക്കറിയത്തില്ല കർത്താവ് ഉയർത്തുന്നത്, അവളോട് പറഞ്ഞിട്ടില്ല. അവൾ വിചാരിച്ചിരിക്കണത് എല്ലാവരും മരിക്കണ പോലെ എൻ്റെ കർത്താവ് മരിച്ചു. അന്നാണെങ്കിൽ സാപത്തായ കാരണം കർത്താവിനെ നല്ലവണ്ണം സുഗന്ധാഭിഷേകം ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് പുള്ളിക്കാരത്തേക്ക് മനസ്സ് തെങ്ങിയിട്ടേ ഉറക്കം നിന്ന് ഈ കണ്ണൊക്കെ ഇങ്ങനെ നീരും വെച്ചാണ് ഈ സാധനം ചെയ്യണതേ. എല്ലാം ഈ അകിലും കുന്തിരിക്കോ മീറയോ എല്ലാം കൂടി ഇടിച്ച് കുറുക്കി അരച്ച് പേസ്റ്റാക്കി ആ രാത്രി മുഴുവൻ ആ പരിപാടിയായിരുന്നു പുള്ളിക്കാരത്തി. ഒന്ന് ചിന്തിക്കണം കേട്ടോ വാസുദി. ഞാൻ എപ്പോഴും അവർക്ക് ഒരു വല്ലാത്തൊരാളാണ് മേരി മേഘട്ട്. നമ്മുടെ കുഴിയാഴ്ചക്ക് നമ്മുടെ മക്കൾ തന്നെ 2 പൂ കൊണ്ടുവന്ന് വെക്കണേ, കണ്ടവൻ്റെ അടുത്തേക്ക് പോയി കാശ് മേടിച്ചുകൊണ്ട് കൊണ്ടുവന്ന് വെക്കത്തുള്ളൂ. നീ നോക്കിക്കോ, നീയൊക്കെ മരിച്ചു നോക്കിക്കേ വെടിപ്പായിട്ട്. എൻ്റെ മക്കൾ കുഴിയാഴ്ചക്ക് വല്ലയിടത്തും പോയി പൂ വിലക്ക് മേടിച്ചുകൊണ്ടെന്ന് വെച്ചാൽ കുത്തിച്ചു കഴിഞ്ഞാൽ അത് അവർ ചെയ്യത്തില്ല, ആരെങ്കിലും കൊണ്ട് കോൺടാക്ട് എടുത്തിട്ട്. ഇപ്പോൾ എല്ലാത്തിനും ഈവൻറ്റ് മാനേജ്മെൻ്റ് അല്ലേ, കുഴിക്കാൻ പൂ വെക്കാനും നിനക്ക് ഈവൻറ്റ് മാനേജ്മെൻ്റ് ആയിരിക്കും. അപ്പോഴാണ് ഈ മനുഷ്യ സ്ത്രീ കുറുക്കി, അവളോട് പറഞ്ഞിട്ടില്ല കർത്താവ് ഉയർത്തുന്നേക്കണ കാര്യം. അവൾ മരിച്ച് അങ്ങനെ ഇരിക്കണമെന്ന് വിചാരിച്ചത്. അങ്ങനെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അത് ചെയ്യാൻ പറ്റും. കല്ലൊന്നും മാറ്റത്തില്ല, തോട്ടക്കാരനോട് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ ചെയ്തത് നിൽക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് പോണത്. അവിടെ ചെന്നപ്പോഴല്ലേ പുള്ളി ഞെട്ടിപ്പോയത്, കല്ല് മാറ്റിയിട്ടിരിക്കണേ. കർത്താവ് അവൾ കുനിഞ്ഞു നോക്കിയപ്പോൾ കർത്താവിനെ കാണാനില്ല. സങ്കടപ്പെട്ട് അലച്ചു തല്ലി ഓടിക്കതച്ച് ഇവിടെ വന്നിട്ട് അണച്ചു പോയി കർത്താവിനെ കാണാനില്ലെന്ന്. 10 ദിവസം പുറകെ ഓടി യോഹന്നാൻ പുറകെ ഓടി. അങ്ങനെ ചെറുപ്പമായ കാരണം കുറച്ച് മുമ്പേ ഓടി, 10 ദിവസം പുറകിതാക്കി ഓടി. ഈ 3 പേരും കൂടി വെളുപ്പാങ്കാലത്ത് ഓടി അവിടെ ചെന്ന് യോഹന്നാൻ അവിടെ തറച്ചു നിന്ന്. കാര്യം പുള്ളി അല്ലല്ല അകത്തോട് കയറേണ്ടത്, 10 ദിവസമാണ്. 10 ദിവസം അകത്ത് കയറിയപ്പോൾ ഇവള് പറഞ്ഞത് ശരിയാണ് എന്ന് കണ്ട്. എന്നിട്ട് അവിടെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് എനിക്ക് തോന്നിയിരിക്കണത് മനസ്സിലാ, അവർ തിരിച്ചുപോയി. ആ ഭാഗം ഒന്ന് വായിച്ചേ. യോഹന്നാൻ 20:4 മുതലുള്ള തിരുവചനങ്ങൾ. യോഹന്നാൻ 20:4. എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗം ഓടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു. എങ്കിലും അവൻ അകത്തു പ്രവേശിച്ചില്ല. അവന്റെ പിന്നാലെ വന്ന ശിമയോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു. കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തൂവാല കച്ചയോട് കൂടെയല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും അവൻ കണ്ടു. അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യം എത്തിയ മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ടു വിശ്വസിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു എന്ന തിരുവെഴുത്ത് അവർ അതുവരെ മനസ്സിലാക്കിയിരുന്നില്ല. അനന്തരം ശിഷ്യന്മാർ മടങ്ങിപ്പോയി. അവിടെയാണ് മിസ്റ്റേക്ക്. ശിഷ്യന്മാർ മടങ്ങിപ്പോയി. മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി. വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ യേശുവിന്റെ ശരീരം വെച്ചിരുന്നിടത്ത് ഒരുവൻ തലക്കിലും ഇതരൻ കാൽക്കലുമായി ഇരിക്കുന്നത് അവൾ കണ്ടു. അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? അവൾ പറഞ്ഞു, എന്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. ഇത് കണ്ട അതായത് ഈ ബോഡി ചീർത്തതാണെന്നും ഡെഡാണെന്നും 3 ദിവസം കഴിഞ്ഞ ഒരു മൃതശരീരമാണെന്ന് അവൾക്കറിയാം.
പക്ഷെ അവൾ കരഞ്ഞോണ്ട് നിന്നിട്ട് ചോദിക്കണത്, മറ്റു രണ്ടുപേരും പോയി, അവൾക്ക് എന്ന് മടങ്ങിപ്പോയി. എന്നിട്ട് അവൾ മടങ്ങിപ്പോകാതെ നിന്നുകൊണ്ട് ചോദിക്കണത്, എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ട് പോയി. അവർ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് എവിടെയാണ് വെച്ചിരിക്കുന്നത് എനിക്കറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. കരഞ്ഞിരിക്കണ കാരണം ചിൽപ്പാലുകൾക്കുള്ളിലൂടെ അത് മനസ്സിലായില്ല. യേശു അവളോട് ചോദിച്ചു, സ്ത്രീ എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു, പ്രഭോ, അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. ഇതാണ് സംഭവം. ഇതിനേക്കാൾ വലിയൊരു സാക്ഷ്യമില്ല. കർത്താവിൻ്റെ ശരീരം 70 കിലോയാണ്, 140 റാത്തല്. ഈ റാത്തല് ഇങ്ങനെ ചീർത്തിരിക്കുന്ന ശരീരം അവൾക്കറിയത്തില്ലല്ലോ കർത്താവ് ഉയർത്തി നിൽക്കുന്ന. അവൾ പറഞ്ഞിട്ടുമില്ല. അത് കേട്ട ആൾക്കാരുണ്ട്. 4 പ്രാവശ്യമാണ് 10 ദിവസം കൊണ്ട് പറഞ്ഞത് താൻ ഉയർത്തി നിൽക്കുമെന്ന്. പക്ഷെ അയാൾ മടങ്ങിപ്പോയി, അങ്ങേര് മടങ്ങിപ്പോയി. ഈ ഉയർത്തി നിൽപ്പിനെ കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല. കേൾക്കാത്ത ആൾ പറഞ്ഞതെന്താ അറിയാവോ? എൻ്റെ കർത്താവിനെ അവ എടുത്തുകൊണ്ട് പോയി. എവിടെയാണ് വെച്ചിരിക്കണമെന്ന് എന്നോട് പറയുക, ഞാൻ വന്ന് അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. കാര്യം ഇത് സുവിശേഷത്തിലെ ഏറ്റവും വലിയൊരു സാക്ഷ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അടയാളം കിട്ടണില്ല. നമ്മൾ ആശിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ കരുതുന്ന ആൾ കൈവിട്ടു പോയി. എന്നിട്ടും അയാളത് അറിയണമില്ല, കേൾക്കണമില്ല നമ്മൾ കാണിക്കുന്ന സ്നേഹപ്രകടനങ്ങൾ. എന്നിട്ടും അവൾ അതിന് ഒരു റിട്ടേൺസും ഇല്ലാതെ ഇതിൻ്റെ അകത്ത് മുതൽ മുടക്കാൻ തയ്യാറായി. സാക്ഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഒരു വരുമാനവും കാണാതെ മുതൽ മുടക്കാൻ കഴിയുന്നതാണ് സാക്ഷ്യ ജീവിതം. ഒരു വരുമാനവും കാണാതെ മേരി മാഗ്ഡലിൻ ആൾ മരിച്ചു എന്ന് അറിഞ്ഞിട്ട് പോലും അവളൊന്ന് എൻ്റെ കർത്താവെന്ന് വിളിച്ചല്ലോ. അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ എന്താണ്, ഞാൻ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ റിസ്ക് ഞാൻ എടുത്തോളാമെന്ന്. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമുക്ക് വേണ്ടി റിസ്ക് എടുക്കുന്നവരുണ്ടെങ്കിലേ അവരാണ് നമ്മുടെ യഥാർത്ഥ ആത്മമിത്രങ്ങളെന്നും ബന്ധുക്കളെന്ന് പറയുന്നത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് എടുക്കുന്നുണ്ട്. മേരി മാഗ്ഡലിൻ അതിൻ്റെ ഒന്നാം സാക്ഷിയാണ്. ക്രിസ്തുവുമായിട്ട് നിൽക്കുമ്പോൾ ഈ ടെസ്റ്റിൽ നമ്മൾ ജയിക്കണം. ഈ ടെസ്റ്റിൽ 10 ദിവസം തോറ്റു, മടങ്ങിപ്പോയില്ലേ, അത് തോൽവിയാണ് ശരിക്കും പറഞ്ഞത്. ശരിക്കും സ്കാൻ ചെയ്ത 10 ദിവസം യോഹന്നാൻ്റെ ഒരു തോൽവിയാണ് ഈ മടങ്ങിപ്പോക്ക്. അതിൻ്റെ വിജയിച്ചത് ആരാണ്? അതിന് കിട്ടിയ സമ്മാനം എന്താണെന്നറിയാമോ? പുനരുദ്ധാനം ചെയ്ത യേശുവിനെ തന്നെ ഇപ്പം ഈ 10 ദിവസം കാണേണ്ടതായിരുന്നു. ആദ്യം യോഹന്നാൻ കാണേണ്ടതായിരുന്നു. യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യനെന്നൊക്കെ ഈ മനുഷ്യൻ സ്വന്തമായിട്ട് ബൈബിൾ എഴുതിയപ്പോൾ അതിൻ്റെ എഴുതി ചേർത്തത് കാര്യമാണ്. കാരണം യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്ന് പറയണത് നമുക്കറിയാം. അങ്ങനെ ആയിരുന്നെങ്കിലേ ഈ മനുഷ്യൻ മടങ്ങി പോവുമായിരുന്നു. ഇവരൊക്കെ കാലാന്തരത്തിൽ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ബോധവും വെളിയൊക്കെ വന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് മനസ്സിലാകണത്. പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പ് എന്താണ് സംഭവിച്ചത് മനസ്സിലാക്കിയ ആളാണ് മേരി മാഗ്ഡലിൻ. അവൾ എൻ്റെ കർത്താവ് എൻ്റെ ദൈവം എന്ന് തോമസ് വിളിക്കണ മുമ്പ് ആദ്യം വിളിച്ച ആരാണ്? എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോകുന്ന മേരി മാഗ്ഡലിനാണ്. അപ്പോസ്തലനേക്കാൾ വലിയ സാക്ഷ്യമാകാൻ നമുക്ക് കഴിയും. ഓർക്കുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.